ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാർ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഒരു വാഹനം ഓടിക്കാനായിട്ട് പഠിച്ചു തുടങ്ങേണ്ടത്. അത്തരത്തിൽ നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും, അതോടൊപ്പം തന്നെ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതായത് ഒരു വാഹനം നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നിരപ്പത്ത്, കയറ്റത്ത്, ഇറക്കത്ത്, ചിലപ്പോൾ ഗട്ടർ റോഡിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഏതൊരു സാഹചര്യത്തിലും ആയിക്കോട്ടെ, പാർക്ക് ചെയ്യുമ്പോൾ വാഹനത്തെ എങ്ങനെ സേഫായിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകാതെ ഏത് രീതിയിൽ നമുക്ക് പാർക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നിരപ്പ് റോഡിലൊക്കെ വാഹനം നമ്മൾ നിർത്തിയിട്ടിട്ട് പോകുന്ന അവസരങ്ങളിൽ ബിഗിനേഴ്സ് ചെയ്യുന്നതാണ് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ അങ്ങ് ന്യൂട്രാക്കിയിട്ട് ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടും. അതിനുശേഷം വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങി പോകാറുണ്ട്. പല ആൾക്കാരും ചെയ്യുന്നതാണ്. എന്നാൽ അങ്ങനെയാണോ നമ്മളൊരു വാഹനം ഒരു നിരപ്പ് റോഡിൽ പാർക്ക് ചെയ്യേണ്ടത്? ഒരു കാരണവശാലും അല്ല. നമ്മളൊരു വാഹനം നിരപ്പ് റോഡിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയിലുള്ള എന്തൊക്കെ സംവിധാനമുണ്ടോ ഒരു വാഹനത്തെ സേഫായിട്ട് നിർത്താൻ, അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗിയറിൻ്റെ സഹായം. ഏറ്റവും ടോർക്ക് കൂടിയ ഗിയറിൻ്റെ സഹായം തേടുക. ഒരു നിരപ്പ് റോഡിൽ നമുക്ക് ടോർക്കുള്ളൊരു ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറുമാണ്. രണ്ടിനും സെയിം ടോർക്കാണ്. അപ്പോൾ ഒരു നിരപ്പ് റോഡിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, അതിനോടൊപ്പം എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് വാഹനം പാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റിവേഴ്സ് ഗിയർ കൊടുക്കുക, അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിങ്ങളൊരു വാഹനത്തെ പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു വണ്ടി നമ്മൾ കയറ്റത്ത് എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത്? ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും കുത്തനെയുള്ള കയറ്റങ്ങളിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യരുത്. അത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് തീർത്തും ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് തോന്നിയാൽ മാത്രം ചെറിയ കയറ്റങ്ങളിലൊക്കെ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം? നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തി തന്നെ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു വാഹനം ഒരു കുത്തനെയുള്ള കയറ്റത്തും ഇറക്കത്തും പാർക്ക് ചെയ്യുന്നത് ഒരു കാരണവശാലും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. അത് പ്രത്യേകിച്ചും കുത്തനെയുള്ള ഇറക്കങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. ഇനി നിങ്ങൾ കയറ്റത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ചെറിയ സ്ലോപ്പിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ തീർച്ചയായിട്ടും വരും ചെറിയ സ്ലോപ്പിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് നിങ്ങൾ ടോർക്ക് കൂടിയ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. കാരണം ഒരു വണ്ടി കയറ്റത്ത് ഇത്തരത്തിലായിരിക്കും കിടക്കുന്നത്. ഇത്തരത്തിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി ബാക്കിലേക്കാണ് ഉരുണ്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും പവർ കൂടിയ ഒരു ഗിയർ കൊടുക്കുക, അതായത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഒപ്പം എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ട് വാഹനം പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, പല ആൾക്കാർക്കും സംശയമുള്ളൊരു കാര്യമാണ്, ഒരു വണ്ടി നമ്മൾ കയറ്റത്ത് പാർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് ഗിയറിലിട്ടാൽ മതിയോ, അതോ ഗിയർ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്കിലിടണോ? പലർക്കും സംശയമുണ്ട്. ഇതിൻ്റെ ഒരു സംശയം വരുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ആദ്യം ഗിയറിലിട്ട് കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഹാൻഡ് ബ്രേക്കിലേക്ക് ഇടുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും വണ്ടിയുടെ വെയിറ്റും പിടുത്തവും എല്ലാം ഗിയറിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗിയറിന് തേയ്മാനം വരില്ല, പലരുടെ ഒരു സംശയമാണ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് ഓണാക്കി ഇടുക, അതിനുശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇപ്പം ഇവിടെ നമ്മളൊരു ചെറിയൊരു സ്ലോപ്പിലാണ് വണ്ടി പാർക്ക് ചെയ്ത് ഇട്ടേക്കുന്നത്. ഇനി ഒരു വാഹനത്തെ നമ്മൾ എങ്ങനെയാണ് സേഫായിട്ട് ഇറക്കത്ത് പാർക്ക് ചെയ്യുന്നത്? ചെറിയ ഇറക്കങ്ങളിലൊക്കെ പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഗിയറിനോട് ചേർന്ന ടോർക്കുള്ള മറ്റൊരു ഗിയറാണ് റിവേഴ്സ് ഗിയർ. രണ്ടിനും ഏകദേശം സെയിം ടോർക്കും സെയിം പവറുമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാഹനത്തെ ഇറക്കത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇങ്ങനെയല്ല കിടക്കുന്നത്. അപ്പോൾ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ മുന്നോട്ട് പോകുന്നതിനെ നമ്മൾ പിടിച്ചു നിർത്താനായിട്ട് എന്ത് ചെയ്യണം? പുറകോട്ട് പോകാനായിട്ടുള്ള ഗിയർ ഇട്ട് കൊടുക്കുക, അതായത് ടോർക്ക് കൂടിയ റിവേഴ്സ് ഗിയർ ഇട്ട് കൊടുക്കുക. റിവേഴ്സ് ഗിയർ ഇടുക, ഒപ്പം ഹാൻഡ് ബ്രേക്ക് ഇടുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക. ക്ലച്ചും ബ്രേക്കും ചവിട്ടി റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. റിവേഴ്സ് ഗിയറൊക്കെ കൊടുത്ത് ലാസ്റ്റ് വേണം നിങ്ങൾ വാഹനത്തിൻ്റെ കീ ഓഫാക്കാൻ. കീ ഓഫാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും പതിയെ കാലയച്ച് വാഹനം ഗിയറിലാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇത് നിങ്ങൾ ഒരു വാഹനം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ചെറിയ ഇറക്കങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ സ്ലോപ്പിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ചെറിയ നിരപ്പിലൊക്കെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ചിലപ്പം ഫസ്റ്റും റിവേഴ്സും ഒക്കെ മാറിയിടേണ്ടി വരും. കാരണം ചെറിയ ഒരു നിരപ്പ് റോഡാണ്
കുറച്ച് വണ്ടി പുറകോട്ടാണ് ഉരുണ്ട് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കണം. കുറച്ച് വണ്ടി മുന്നോട്ടാണ് ഉരുണ്ട് പോകുന്നത്, ചെറിയ ഒരു നിരപ്പ് റോഡാണ്, അങ്ങനെ തോന്നി എന്ത് ചെയ്യണം, റിവേഴ്സ് ഗിയർ കൊടുക്കണം. ഒപ്പം ഹാൻഡ് ബ്രേക്കും കൂടെ മെല്ലെ വലിച്ചിട്ടാൽ മതി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇനി വാഹനം നിങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിരപ്പ് റോഡിലൊക്കെ വരുമ്പോൾ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് ഇറങ്ങി പോകരുത്. കൃത്യമായിട്ട് ഒരു ഗിയറിലിട്ട് വാഹനം പാർക്ക് ചെയ്യുക. ഇത് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട അറിവുകൾ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എൻ്റെ ഒരു വ്ളോഗിങ് ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്, ഗുഡ്സൺ വ്ളോഗ്സ് എന്ന് പറയുന്നത്. ആ ഒരു ചാനലിൽ നമുക്ക് അത്യാവശ്യം ചെറിയ വ്ളോഗുകളോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട വ്ളോഗുകളും വീടുമായി ബന്ധപ്പെട്ട വ്ളോഗുകൾ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന വ്ളോഗുകളൊക്കെ ചുമ്മാ ഒരു രസമായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് വലിയ ചെയ്ത് ശീലമൊന്നുമില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒരു രസത്തിന് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളും കയറി ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.